കലിപ്പൻ മാഷിൻ്റെ തെമ്മാടിപ്പെണ്ണ്. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. വൈക, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ അതൊക്കെ മറക്കണം. അമൽ പറഞ്ഞുകൊണ്ട് പുറത്തു പോകാൻ നിന്നു. മറക്കാനോ? ഞാനോ? എനിക്ക് പറ്റില്ല. വൈക അമലിൻ്റെ മുന്നിൽ വന്നു എന്ന് പറഞ്ഞു. അമൽ അവളെ തട്ടിപ്പറ്റിക്കൊണ്ട് പുറത്തുപോയി. പുറത്ത് ഹാളിൽ സോഫയിലിരുന്ന് ടി വി കാണുന്നു ലെന. ആഹാ, ഇവിടെ ഇരുന്ന് തമ്പുരാട്ടി ടി വി കാണുവാണോ? എന്തേലും ഒരു പണി കൊടുത്താലോ? അമൽ ആലോചിച്ചുകൊണ്ട് ലെനയുടെ അടുത്ത് വന്നു. ദേ പാമ്പ്, പാമ്പ്! അമൽ ലെനയുടെ കാലിൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി. ലെന കുനിഞ്ഞ് എവിടെയെന്ന് അങ്ങുങ്ങു നോക്കി. എവിടെ എവിടെ പാമ്പ്? ലെന ചോദിച്ചുകൊണ്ട് പാമ്പിനെ തിരഞ്ഞു നടന്നു. ഇതെന്ത് ജീവി? ഹോ, പാമ്പെന്ന് പറഞ്ഞാൽ പടം നടുങ്ങും പോലും. ഇവിടെ ഇവൾ അതിനും അടങ്ങുന്നില്ല. അമൽ വായും പൊളിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ഡി കോപ്പേ! അമൽ ലെനയുടെ അടുത്തൊന്ന് വിളിച്ചു. എന്നാടാ കാട്ടുപോത്തേ? ലെന അമലിന്റെ നേർക്ക് നോക്കി വിളി കേട്ടു. നിന്നെ ശരിക്കും പ്രസവിച്ചത് തന്നെയാണോ? പുച്ഛത്തോടെ അമൽ ചോദിച്ചു. അത് എൻ്റെ അപ്പനോട് പോയി ചോദിക്കടോ, എങ്ങനെ ഉണ്ടാക്കിയെന്ന്. പുള്ളി ഒന്നും വിടാതെ പറഞ്ഞു തരും. കേട്ടോടാ മരമണ്ട. അമലിൻ്റെ അടുത്തുനിന്ന് ലെന പറഞ്ഞു. എന്തിൻ്റെ കുഞ്ഞോ എന്തോ? ഹോ, പാമ്പെന്ന് പറഞ്ഞപ്പോൾ അതിനെ തിരഞ്ഞെടുക്കുക പെണ്ണ്. ഹോ, നിനക്ക് പേടിയില്ലേ ഒന്നിനോടും? അമൽ അത്ഭുതത്തോടെ ചോദിച്ചു. പേടി എൻ്റെ നീണ്ടൂലില്ല. കേട്ടോ മണ്ട. ലെന കൊഞ്ഞനം കുത്തിക്കൊണ്ട് തിരിഞ്ഞതും ഒരു പല്ലി അവളുടെ ദേഹത്ത് വീണു. എൻ്റെ ഈശോയെ, പല്ലി! അയ്യേ! അവൾ തട്ടിമാറ്റിക്കൊണ്ട് അമലിനെ കെട്ടിപ്പിടിച്ചു. പല്ലി! ലെന അമലിന്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി. നിനക്കല്ലടി പേടിയില്ലെന്ന്. ഇപ്പോൾ ഇതെന്നതാ? ചിരിയോടെ അമൽ ചോദിച്ചു. അത് പിന്നെ എനിക്ക് പല്ലിയെ മാത്രമേ പേടിയുള്ളൂ. അതിനോട് പോകാൻ പറയേ. അമലിനെ പറ്റിപ്പിടിച്ചോണ്ട് ലെന പറഞ്ഞു. വൈക പടിയിറങ്ങി വന്നപ്പോൾ ഈ കാഴ്ച കണ്ട് അനങ്ങാതെ നിന്നു. എടോ, അമൽ മെല്ലെ വിളിച്ചു. ലെന മൂളി. പല്ലി പോയി. അമൽ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് അടർന്നു മാറി. അത് പിന്നെ പല്ലി അതുകൊണ്ടാ? ചമ്മലോടെ ലെന പറഞ്ഞു. ഉവ്വേ ഉവ്വേ, ജാൻസി റാണി! അമൽ തലയാട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. തേ കാട്ടുവത്തേ, ഇത് ആരോടേലും പറഞ്ഞാലുണ്ടല്ലോ തൻ്റെ പണി കഴിക്കും. ആ, കണ്ണുരുട്ടിക്കൊണ്ട് ലെന പറഞ്ഞുകൊണ്ട് പോയി. ഇതൊക്കെ വൈക ദേഷ്യവും സങ്കടവും കലർന്ന് നോക്കിയിരുന്നു. അമൽ വൈക നിൽക്കുന്നതുകൊണ്ട് ഒന്നും മിണ്ടാതെ പോവാൻ നിന്നു. ഏട്ടാ! വൈക വിളിച്ചോണ്ട് അമലിന്റെ അടുത്ത് വന്നു. എന്താ? അമൽ വൈകയെ നോക്കി ചോദിച്ചു. എനിക്ക് കുറച്ച് സംസാരിക്കണം, വൈക പറഞ്ഞു. പറഞ്ഞോ? ചിരിയോടെ അമലും പറഞ്ഞു. ഇവിടെ അല്ല, പുറത്തു പോകാം, വൈക പറഞ്ഞു. ശരി, അമൽ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് പുറത്തുപോയി. എന്താ വൈക, എന്താണ് തന്റെ പ്രശ്നം? ഗൗരവത്തിൽ അമൽ ചോദിച്ചു. അറിയില്ലേ ഏട്ടന്? അതറിയില്ലേ? വൈക അമലിന്റെ നേരെ വന്ന് ചോദിച്ചു. എടോ, ശരിയാ, നിന്നെ ഞാൻ സ്നേഹിച്ചതെല്ലാം ആത്മാർത്ഥമായിട്ടാണ്. ബട്ട് ഇപ്പോൾ എന്തോ പറയാനാകാതെ അമൽ നിർത്തി. ബട്ട് ബാക്കി പറയേ. നമ്മുടെ പ്ലാനെല്ലാം അപ്പോൾ ഏട്ടൻ മറന്നോ? അതോ ഏട്ടൻ്റെ മനസ്സ് അവളുടെ തൊലിവെളുപ്പ് കണ്ടതും മാറിയോ? ദേഷ്യത്തിൽ വൈക ചോദിച്ചു. അവളുടെ തൊലിവെളുപ്പോ അവളുടെ ഭംഗിയോ അല്ല. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ജന്മത്തിൽ അവൾക്ക് മറ്റൊരു ബന്ധമില്ല. ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്താൽ അവൾ എവിടെ പോകും? അമൽ ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓർമ്മയിലുണ്ടല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയണം. എങ്ങോട്ടേലും പോട്ടെ. വൈക ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചു. വൈക! അമൽ ഉച്ചത്തിൽ വിളിച്ചു. പേടിയോടെ അമലിനെ വൈക നോക്കി.
വൈക, വാക്കുകൾ അതിരടക്കുന്നു. അവളെ തെരുവിൽ കളയാൻ പട്ടിയോ പൂച്ചയോ അല്ല. നിന്റെ മനസ്സിൽ ഇത്ര വിഷമാണോ? അവൾ അഹങ്കാരിയാണ്. പക്ഷെ വൈക, ഒന്നവൾ സ്നേഹിക്കാൻ പഠിച്ചാൽ അവളെപ്പോലൊരു പെണ്ണ് ഈ ലോകത്ത് കാണില്ല. അത്രയ്ക്ക് അവൾ സ്നേഹിക്കും. വെള്ളം ചേർക്കാത്ത പവിത്രമായ സ്നേഹം അവൾ തരും. ലെന എൻ്റെ ഭാര്യയാണ്. വിവാഹത്തിന് മുന്നേ എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ പ്രാബല്യത്തിലാക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം അവളാണ് എൻ്റെ പെണ്ണ്. എന്നാ ശരി വൈക, ഇതിവിടെ വിടാം. നിന്റെ മനസ്സ് മാറും. കാലം മാറ്റാത്ത മുറിവുകൾ ഇല്ലല്ലോ. അല്ലെങ്കിലും നിന്റെ വാശിയായിരുന്നല്ലോ ഈ പ്ലാൻ. ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അതിൽ നമ്മുടെ ജീവിതം പണി തീർത്താൻ നോക്കി. നിന്റെ വാശിയും നിന്നോടുള്ള പ്രണയവും കാരണം ഞാനും വഴങ്ങി. പക്ഷെ എനിക്ക് പറ്റില്ല അവളെ കളഞ്ഞ് ആ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവരാൻ. ഈ ജന്മത്തിൽ എൻ്റെ പെണ്ണ് ലെനയാണ്. നിനക്ക് പോലും ഇനി അതിൽ സ്ഥാനമില്ല. ഇതോടെ ഈ കാര്യം വിട്ടോ. അമൽ പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ കാറിൽ കയറി. അമലിന്റെ മറുപടി കേട്ട് വൈക ഒരു പൊട്ടിക്കരച്ചിലോടെ മുട്ടുകുത്തിയിരുന്നു. അമൽ കാറിലിരുന്ന് വേദനയോടെ കണ്ണുകളടച്ചു. നേരം പുലർന്നു. അമൽ ഒന്നും മിണ്ടാതെ ഹാളിൽ വന്നിരുന്നു. വൈക അമലിനെ ചായ കൊണ്ടുകൊടുത്തു. അമൽ വൈകിയെ ഒരു നിമിഷം നോക്കി. അമ്മേ, അടുക്കളയിൽ നോക്കി അമൽ വിളിച്ചു. എന്താ മോനി? ഗായത്രി വിളിയേട്ട് ഹാളിൽ വന്നു. ആ സമയം ലെനയും ഹാളിൽ വന്നു. എൻ്റെ കാര്യം അമ്മ നോക്കിയാൽ മതി. ഇനി ഇവൾ നോക്കണ്ട. അമ്മ ചായ തന്നാൽ മതി. കെട്ടിക്കൊണ്ടുവന്നതിന് അതിനുള്ള ബോധമില്ല. അമ്മയെങ്കിലും എൻ്റെ കാര്യം നോക്ക്. ഇടം കണ്ടിട്ട് ലെനയെ നോക്കിക്കൊണ്ട് അമൽ പറഞ്ഞു. ഓ പിന്നെ. ലെന മോഞ്ചൊളിച്ചുകൊണ്ട് ദൂരെ നോക്കി. വൈക ഒന്നും മിണ്ടാതെ നിന്നു. ഗായത്രി ഒന്നും മിണ്ടാതെ അടുക്കളയിൽ പോയി. വൈക തിരിച്ചു വന്നിരുന്നു. എന്നാ ചേച്ചി ഉണ്ടാക്കിയതല്ലേ, കളയണ്ട, ഇതാ തന്നേരേ. ലെന ചിരിച്ചുകൊണ്ട് ചായ മേടിച്ചു. വൈക ദേഷ്യത്തിൽ ലെനയെ നോക്കിക്കൊണ്ട് അമലിനെ നോക്കിക്കൊണ്ട് അടുക്കളയിൽ പോയി. നീയൊക്കെ എന്ത് മനുഷ്യാടി? നാണം മാനം എന്നൊരു സാധനം ഇല്ലടി നിനക്ക്? അമൽ ലെനയ്ക്ക് നേരെ നിന്ന് ചോദിച്ചു. അതൊന്നും എനിക്കില്ലാട്ടോ. ചായ ഒറ്റ വലിക്ക് കുടിച്ചോണ്ട് ലെന പറഞ്ഞു. ഇതിനെ ഞാൻ എങ്ങനെ പെണ്ണാക്കിയെടുക്കും? അമൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലെന പോകുന്നത് നോക്കിയിരുന്നു. ലെന കോളേജിൽ പോകാൻ വേണ്ടി കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് ഒറ്റ മുണ്ടുകൊണ്ട് മാറിനെ മറിച്ചുകൊണ്ട് ലെന മുറിയിൽ വന്നു. ആ സമയം അമൽ മുറിയിൽ കയറി. ലെന ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. അമലും അവളുടെ കോലം കണ്ട് ഞെട്ടലോടെ നിന്നു. ലെന തന്റെ കൈകൊണ്ട് മാറി മറിച്ചു. അമൽ ഞെട്ടലൊക്കെ മാറ്റിക്കൊണ്ട് ചിരിയോടെ കഥനടച്ചുകൊണ്ട് അവളുടെ അടുത്ത് വന്നു. ലെന അവന്റെ വരവ് കണ്ട് പേടിയോടെ പിന്നിലോട്ട് നടന്നു. അമൽ ചിരിയോടെ കൈഷട്ട് മുടക്കൊണ്ട് അവളുടെ അടുത്ത് നടന്നു നീങ്ങി. ലെന കുഞ്ഞിക്കണ്ണിനെ വിടർത്തി. അവൾ ഭിത്തിയിൽ ചാരിയുന്നു. കാട്ടുപോത്തേ, വേണ്ട, ഞാൻ കരയും. കൈവിരൽ ചൂണ്ടി ലെന പറഞ്ഞു. കരഞ്ഞോ? അമൽ ചിരിയോടെ അവളുടെ അടുത്തുനിന്ന് കൈകൊണ്ട് അവൾക്ക് തടസ്സം നിന്നുകൊണ്ട് പറഞ്ഞു. ഭാര്യയായാലും ആരായാലും എൻ്റെ അനുവാദമില്ലാതെ പീഡിപ്പിക്കുന്നത് കുറ്റമാണ്. പേടിയോടെ ലെന പറഞ്ഞു. അമൽ ചിരിയോടെ അവളുടെ ഇടക്കച്ചയിൽ കൈവച്ചു. ലെന പേടിയോടെ കണ്ണുകളടച്ചു. അവളുടെ ഉമിനീർ ഇറങ്ങുന്നത് കാണുന്ന അമൽ അതിൽ തന്റെ ചുണ്ടിനെ പതിച്ചു. ലെന ചുണ്ട് കടിച്ചുകൊണ്ട് കണ്ണടച്ചിരുന്നു. അമൽ അവളിൽ നിന്ന് അടർന്നു മാറി അവളെ ചിരിയോടെ നോക്കിയിരുന്നു. ലെന മെല്ലെ കണ്ണുകൾ തുറന്നു. നിന്റെ അനുവാദമില്ലാതെ നീ എന്നെ വാരിപ്പുണരാതെ നിന്റെ ചുമ്മനും വഴി ഞാൻ നനയാതെ നിന്നെ ഞാൻ സ്വന്തമാക്കില്ല. ആ നിമിഷത്തിനായി കാത്തിരിക്കുന്നു. ചിരിയോടെ അമൽ പറഞ്ഞു. ആ സമയം വൈക കഥ തുറന്നു. ലെനയുടെ കോലം കണ്ട് വൈകയുടെ മുഖം ഇരുണ്ടു. നിനക്ക് വല്ല ബോധമുണ്ടോ? ഇങ്ങനെ ഒരു മാനേഴ്സ് ഇല്ലാതെ കഥ തുറക്കുന്നു. ഛേ! അമൽ പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ അവളെ നോക്കാതെ പുറത്തുപോയി. ഹാവോ, എന്തായാലും താങ്ക്സ്. ആശ്വാസത്തോടെ ശ്വാസം വിട്ടുകൊണ്ട് ലെന പറഞ്ഞു. ലെന റെഡിയായി അമൽ പോകുന്ന മുന്നേ ഓടിപ്പോയി കാറിൽ കയറി. അമ്മേ, കണ്ടോ? ഇന്നലത്തെ KSRTC ബസ് കാരണം നിങ്ങളുടെ മരുമോൾ എത്ര പെട്ടെന്ന് നന്നായി. ചിരിയോടെ അമൽ മെല്ലെ പറഞ്ഞു.
അവൾ കേൾക്കണ്ട, നിന്റെ ഫോട്ടോസ് ഭിത്തിയിൽ വരും കേട്ടോ കാട്ടുപോത്തേ. ഗായത്രി ചിരിയോടെ മെല്ലെ പറഞ്ഞു. അമ്മയും ട്രോളാൻ തുടങ്ങിയോ? വന്നിട്ട് നോക്കാട്ടോ. അമൽ ഗായത്രിയുടെ കവിളിൽ ഉമ്മ എടുത്തുകൊണ്ട് കാറിൽ കയറി. ഈ ചെക്കൻ്റെ ഒരു കാര്യം, ഗായത്രി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി. ലെന ക്ലാസ്സിലിരുന്നു. അമൽ ക്ലാസ് എടുക്കുമായിരുന്നു. ആ സമയം അന്നമ്മച്ചി ക്ലാസ്സിൽ വന്ന് അമലിനെ വിളിച്ചു. ആരാ? അമൽ മനസ്സിലായും ആകാത്തതുപോലെ ചോദിച്ചു. ഞാൻ ലെനയുടെ അമ്മച്ചി, എനിക്ക് അവളെ ഒന്ന് കാണണം, അന്നമ്മച്ചി കരഞ്ഞോണ്ട് പറഞ്ഞു. അതിനവൾക്ക് അപ്പനും അമ്മയും ഇല്ലല്ലോ? സംശയത്തോടെ അമൽ ചോദിച്ചു. അയ്യോ സാറേ, എനിക്ക് ഒന്ന് കണ്ടാൽ മതി, കരഞ്ഞുകൊണ്ട് അന്നമ്മച്ചി പറഞ്ഞു. ലെന, നിനക്കറിയാമോ? അമൽ തിരിഞ്ഞ് ലെനയെ നോക്കി ചോദിച്ചു. അറിയില്ല, ലെന പറഞ്ഞുകൊണ്ട് ദൂരെ നോക്കിക്കൊണ്ടിരുന്നു. അന്നമ്മച്ചി വാവത്തി കരഞ്ഞു. തുടരും.